നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നാരങ്ങ അച്ചാറാണ്. ഇൻസ്റ്റന്റ് നാരങ്ങ അച്ചാറാണ് കേട്ടോ. ഈ ഒരു നാരങ്ങ കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോണത്. വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ നമ്മുടെ ഓണത്തിന്റെ വ്ളോഗിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതള നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാതള നാരങ്ങയോ അതെന്ത് നാരങ്ങയാണെന്നൊക്കെ, വടുകപ്പുളിയാണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ നാരങ്ങ. നമ്മൾ സാധാരണ ചെറുനാരങ്ങ പോലെയല്ല, നല്ല വലിപ്പമുള്ള ഒരു നാരങ്ങയാണ്. ഈ ഒരൊറ്റ നാരങ്ങ മതി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ആഴ്ചയൊക്കെ സുഖമായിട്ട് കൂട്ടാനുണ്ടാവും. അപ്പോൾ ഈ ഒരു നാരങ്ങ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലൊക്കെ മാതള നാരങ്ങ എന്ന് പറയും, വടുകപ്പുളി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ കറിനാരങ്ങ എന്ന് പറയും. അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു നാരങ്ങയാണിത്. ഒരു നാരങ്ങ അച്ചാറിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒട്ടും തന്നെ കയ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ ഒരു അച്ചാറിന്റെ ഒരു ഹൈലൈറ്റ്. സദ്യയിലൊക്കെ തലേ ദിവസം തന്നെയൊക്കെ ഉണ്ടാക്കി അപ്പം തന്നെ കൂട്ടാം, പിറ്റേ ദിവസവും കഴിക്കാം. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മുടെ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കി കുറച്ച് ദിവസം വെച്ചിരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിത് വീട്ടിലുണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറിനാൻ നേരത്ത് കുറച്ചെടുത്ത് കൂട്ടി കഴിക്കുകയാണെങ്കിൽ അസലായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, എന്നാൽ ഒരുപാട് പേരുണ്ട് കേട്ടോ അറിയാത്തത്. എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ട്രിവാൻഡ്രം വന്നതിന് ശേഷമാണ് ഈ ഒരു നാരങ്ങ ഉണ്ടെന്നുള്ളതും ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നുള്ള കാര്യമൊക്കെ അറിയുന്നത് തന്നെ. കാരണം ഇവിടുത്തെ സദ്യയിലൊക്കെ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഒരു അച്ചാറാണ് ഈ ഒരു നാരങ്ങ അച്ചാർ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പേ ചിക്കൂസ് ടൈം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിവ് അവേയിലും പങ്കെടുക്കാം. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഇൻസ്റ്റന്റ് നാരങ്ങ അച്ചാറിന്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നാരങ്ങയുടെ തൊലി ഒന്ന് ചെത്തിയെടുക്കണം. തൊലി അടക്കം എടുക്കുന്നവരുണ്ട് കേട്ടോ. അത് നാരങ്ങ വെള്ളത്തിലിട്ടൊന്ന് വാട്ടിയിട്ട് ആ തൊലി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ ആ തൊലി അടക്കം എടുക്കാം. പക്ഷെ ചെറിയൊരു റിസ്ക് ഉള്ളതെന്ന് വെച്ചാൽ കയ്പ്പ് രസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊലി എടുക്കുന്നില്ല, തൊലി ചെത്തിക്കളയാണേ. പിന്നെ നാരങ്ങ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല പഴുത്ത നാരങ്ങ നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. പച്ച കളറൊന്നും ഉള്ളത് വാങ്ങിക്കരുത്. നല്ല മഞ്ഞ കളറുള്ള നാരങ്ങ നോക്കി വാങ്ങിച്ചാൽ മതി. പച്ചയൊക്കെ വരുമ്പോൾ സമയത്ത് കയ്പ്പ് രസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ചില നാരങ്ങ എന്തായാലും ഒരു കയ്പ്പ് ഉണ്ടാവും, അത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പം ഇതേപോലെ തന്നെ അങ്ങ് ചെറുതായിട്ട് നമുക്കങ്ങ് മുറിച്ചെടുക്കാം. എളുപ്പമാണ്, പെട്ടെന്ന് മുറിച്ച് കഴിയും. ഇപ്പോൾ ഒരു നാരങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് കഴിയും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ നാരങ്ങയൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളകൊന്ന് മുറിച്ചെടുക്കാം. അതും കൂടെ നമുക്ക് ഈ മുറിച്ചിട്ട നാരങ്ങയിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണൊക്കെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ തന്നെ എടുക്കണേ. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഈ ഒരൊറ്റ നാരങ്ങയുടെ അളവാട്ടോ പറയുന്നത്. കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. അത് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഒരു 3 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഒന്ന് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാടുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരുമല്ലോ, അത് മതി. ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതലിട്ടാൽ നല്ലതാട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയും പച്ചമുളകും കൂടിയില്ലേ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് നന്നായിട്ട് വേണം കേട്ടോ. അച്ചാറിനൊക്കെ ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണമല്ലോ, കാരണം കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് കുറച്ച് കുറഞ്ഞു വരും. അപ്പോൾ ഇത്രയൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അത് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ വഴറ്റുമ്പോഴത്തേക്കും വെള്ളം കുറയല്ലേ ചെയ്യുക. നാരങ്ങയുടെ ഇതിനാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഊറി വരും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. അപ്പോൾ കുറച്ച് നല്ല വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് മതി. നമ്മളിതിൽ ചേർക്കുന്നത് കായപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് അതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അതിന് വെള്ളം ഇങ്ങനെ ഊറി വരുന്നുണ്ട്. കൂടുതലായിട്ട് വെള്ളം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അച്ചാറിൽ നല്ല വെള്ളമായിട്ട് കിട്ടും. നമ്മളിതിൽ വിനീഗർ ഒന്നും ഒഴിക്കുന്നേ ഇല്ല നമ്മൾ ഈ അച്ചാറിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വെള്ളം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. വറുത്ത് പൊടിച്ചൊരു ടിന്നിലാക്കി ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറികളിലും മീൻകറിയിലും ഒക്കെ ഇടാം. ഇപ്പോൾ നമ്മളിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തേക്കും ഇത് നല്ല കുറച്ചൊന്ന് ചുരുങ്ങി ആ വെള്ളമൊക്കെ നന്നായിട്ടായി കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ച് നല്ല കളറൊക്കെ കിട്ടുമല്ലോ. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഒരു സംഭവം ഇടാൻ പോകുന്നത്. ആരും അച്ചാറിലിടാത്തൊരു ഐറ്റമാണ് മല്ലിപ്പൊടി. ഒരു 1/2 ടീസ്പൂൺ മാത്രം, വളരെ കുറച്ച് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ ആരും ചേർക്കാറില്ല. അയ്യേ മല്ലിപ്പൊടിയൊന്നും വിചാരിക്കരുത്, ചേർത്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. അപ്പോൾ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം, മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ, പൊടി ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ കുറഞ്ഞ തീയിട്ടിട്ട് ആ ഒരു
മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അവസാനത്തെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് പഞ്ചസാര. ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഇട്ടാൽ മതി, താല്പര്യമില്ലെങ്കിൽ ഇടണമെന്നില്ല. പക്ഷെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് വരും. അത്രയേ ഉള്ളൂ. ഇത് നമുക്കിതെടുത്ത് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ കൊടുത്തു വിടണമെങ്കിൽ ഏറ്റവും മുകളിലോട്ട് കുറച്ച് വിനീഗർ ചൂടാക്കി തണുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ചൂടോടുകൂടി ഒഴിക്കരുത്, തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങ അച്ചാർ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇന്ന് തന്നെ കഴിച്ചു തുടങ്ങാം. സദ്യക്ക് ഞങ്ങൾ 2 ദിവസം മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റിയാണ്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അച്ചാർ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചെടുത്തിരുന്നാൽ മതി. കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ചീത്തയാവാതിരിക്കും. നനഞ്ഞ സ്പൂൺ ഇടാതെയും പിന്നെ നമ്മൾ ചൂടോടുകൂടി കുപ്പിയിൽ നിറയ്ക്കാതിരിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടിപൊളി. ഇതാ കണ്ടോ, നാരങ്ങയുടെ കഷ്ണമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.